ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ കറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മട്ടൻ ആദ്യം കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. മട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉപ്പുവെള്ളത്തിലൊന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മട്ടൻ്റെ ആ ഒരു ചൊവ്വയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് മസാല പുരട്ടി വെച്ച ശേഷം ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് ആകുമ്പോൾ കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത ശേഷം ഇത് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടും പിന്നീടുള്ള 3 വിസിൽ ലോ ഫ്ലെയിമിലിട്ടുമാണ് ഇത് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5 or 6 കാഷ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ ചട്ടിയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തതാണ് മിക്സിയുടെ ജാറിലിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും കാഷ്യൂസും ഉണ്ടല്ലോ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താണ് കേട്ടോ ഞാനിത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ചാറിന് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കാവുകയും ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ തിളപ്പിച്ച് നന്നായി ഒന്ന് പറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കലക്കൻ മട്ടൻ കറിയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.